ഹരേ കൃഷ്ണ. ഗൗരപൂർണിമയുടെ ഈ പുണ്യപാവനമായ അവസരത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രസ്തുത നാടകം ഹിസ് ഹോളിനെസ് വർസാന സ്വാമി മഹാരാജിൻ്റെ കൃതിയായ ശ്രീ ഗൗരലീല ദ പാസ്റ്റ് ടൈംസ് ആൻഡ് പ്രിസർവ്സ് ഓഫ് ദി ഗോൾഡൻ അവതാറിലെ ദ ഗ്രേറ്റസ്റ്റ് ട്രഷർ, അതായത് ഏറ്റവും വലിയ നിധി എന്ന അധ്യായത്തിൽ നിന്നാണ്. പ്രസ്തുത നാടകം ശ്രീ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ദാസനായ കൊലവേച്ച ശ്രീധരനും ആയുള്ള ഒരു അതീന്ദ്രിയ ലീലയെ ആസ്പദമാക്കിയാണ്. ശ്രീ ഗൗരഗണോദ്ദേശ ദീപിക അനുസരിച്ച് കൊലവേച്ച ശ്രീധര ദ്വാദശ ഗോപാലന്മാരിൽ ഒരുവനായ കുസുമാസവയുടെ അവതാരമാണ്. വാഴകളും വാഴ ഉത്പന്നങ്ങൾ വ്യാപാരം ചെയ്യുന്നതുകൊണ്ട് ശ്രീധര എന്ന വ്യാപാരി കൊലവേച്ച ശ്രീധര എന്ന പേരിൽ പ്രസിദ്ധനായി. ബംഗാളിയിൽ കൊല എന്നാൽ വാഴ എന്നാണ്. രംഗം 1. നവദ്വീപ വനത്തിൽ കൊലവേച്ച ശ്രീധര എന്നൊരു വൃദ്ധനായ വ്യാപാരി ലളിതമായ ജീവിതം ജീവിച്ചിരുന്നു. കൊലവേച്ച ശ്രീധരൻ ഒരു ദരിദ്രനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടിലിലെ മേൽക്കൂരയിൽ തട്ടിനേക്കാൾ കൂടുതൽ ദ്വാരങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടിലിൻ്റെ മുന്നിൽ ഒരു പഴയ ഇരുമ്പുകുടം വച്ചിരുന്നു. പാദങ്ങൾ കഴുകുന്നതുൾപ്പെടെയുള്ള നിസ്സാര ആവശ്യങ്ങൾക്കാണ് അദ്ദേഹം ഈ പാത്രത്തിൽ വെള്ളം സൂക്ഷിച്ചിരുന്നത്. അദ്ദേഹം വാഴ ഇലകൾ കൊണ്ട് ഉണ്ടാക്കിയ പാത്രങ്ങൾ ചന്തസ്ഥലത്ത് വിറ്റിരുന്നു. ബംഗാളിലെ നവദ്വീപ് ഫലഭൂയിഷ്ഠമായ പ്രദേശമാണ്. ഭാരതത്തിലെ തോട്ടം എന്ന പേര് നവദ്വീപ് അറിയപ്പെട്ടിരുന്നു. അതുകൊണ്ട് വാഴ അവിടെ സുലഭമായിരുന്നു. അതുകൊണ്ട് വാഴ ഇലകളുടെ വിൽപ്പന്നം അത്ര ലാഭകരമായിരുന്നില്ല. അദ്ദേഹം യുധിഷ്ഠിര മഹാരാജാവിനെ പോലെ സത്യസന്ധനായിരുന്നു. അദ്ദേഹം കുറിച്ചിരുന്ന വില മാത്രമേ എടുത്തിരുന്നുള്ളൂ. അദ്ദേഹം ആരെയും വഞ്ചിച്ചിരുന്നില്ല. അദ്ദേഹത്തിനൊരു ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ: കിട്ടുന്ന പണത്തിൻ്റെ പകുതിയെങ്കിലും ഗംഗാനദിയുടെ ആരാധനയ്ക്കായി ഉപയോഗിക്കുക. അയൽക്കാർ അദ്ദേഹത്തെ കളിയാക്കിയിരുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം രാം ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം രാം. ഹേ സ്വാമി, അങ്ങയുടെ ഭഗവാൻ അങ്ങേ പോലെ തന്നെ ദരിദ്രനാണോ? നോക്കൂ, പട്ടിണി കിടക്കുന്ന ഒരു ശ്വാനനെ പോലെയാണ് നിങ്ങൾ. നിങ്ങൾക്ക് ശരിക്ക് ഉടുക്കാൻ ഒരു തുണി പോലും ഇല്ല. ഓ, ഒന്ന് മിണ്ടാണ്ടിരിക്കുമോ? രാത്രിയും പകലുമുള്ള നിങ്ങളുടെ ഈ ജപം കാരണം ഞങ്ങൾക്ക് ഇവിടെ കിടക്കപ്പൊറുതിയില്ല. ഇന്നാ കൊണ്ടുപോയി കഴിക്കൂ, എന്നിട്ട് ഈ കരച്ചിലൊന്ന് നിർത്തൂ. കൊലവേച്ച ശ്രീധര ദിവസവും ഉച്ചയ്ക്ക് വീട്ടിലേക്ക് മടങ്ങി വരുമായിരുന്നു. അദ്ദേഹം ഒരു പ്രത്യേക ഉപഭോക്താവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ദിവസവും വരുമായിരുന്നു. ആ ഉപഭോക്താവ് അദ്ദേഹത്തെ ഉപദ്രവിക്കുമായിരുന്നു. എന്നാൽ കൊലവേച്ച ശ്രീധരന് ആ ഉപഭോക്താവിനെ ഇഷ്ടമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട കൊലവേച്ച ശ്രീധര, ഭഗവാൻ കൃഷ്ണന്റെ പുണ്യനാമങ്ങൾ ജപിച്ചിട്ട് പോലും എന്തുകൊണ്ട് അങ്ങ് ദരിദ്ര ദുഃഖം അനുഭവിക്കുന്നു? സാക്ഷാത് ഭാഗ്യദേവതയായ ലക്ഷ്മി ദേവിയെയും അവരുടെ നാഥനെയും ആരാധിച്ചിട്ട് പോലും എന്തുകൊണ്ട് നിങ്ങൾ ഭക്ഷണത്തിന് കഷ്ടപ്പെടുന്നു? നിങ്ങളുടെ അയൽവാസികൾ നിങ്ങളെ കളിയാക്കുന്നതിൽ വല്ല അത്ഭുതമുണ്ടോ? അല്ല, സത്യത്തിൽ എനിക്ക് പട്ടിണിയൊന്നുമില്ല. ഭഗവാൻ എനിക്ക് ആവശ്യത്തിന് നൽകുന്നുണ്ട്. ഭഗവാൻ എല്ലാവരോടും ദയവുള്ളവനാണ്. കണ്ടില്ലേ നിന്റെ വസ്ത്രത്തിൽ 12 സ്ഥലങ്ങളിൽ കീറിയിരിക്കുന്നത്? മാത്രമല്ല, നിന്റെ കുടിലിന്റെ മേൽക്കൂരയിൽ ഓട്ടകളല്ലാതെ മറ്റൊന്നുമില്ല. നിങ്ങളുടെ അയൽക്കാരെ നോക്കൂ, അവർ ദുർഗാദേവിയെയാണ് ആരാധിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ സമൃദ്ധിയുണ്ട്. അവർക്ക് ഭക്ഷണത്തിനും വസ്ത്രത്തിനും ഒരു കുറവുമില്ല. താങ്കൾ ഒരു പണ്ഡിതനാണ്, അതുകൊണ്ട് തന്നെ നന്നായി സംസാരിക്കുന്നു. പക്ഷേ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കുന്നുണ്ട്. രാജാവ് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ ആഡംബരമായി ജീവിക്കുന്നു. പക്ഷികൾ അവരവരുടെ ഭക്ഷണം എളുപ്പം കണ്ടെത്തുന്നു. ഇരുവരുടെയും സമയം ഒരേപോലെയാണ് കടന്നു പോകുന്നത്. ലോകത്തിലെ എല്ലാ ചലനങ്ങളും നിയന്ത്രിക്കുന്ന ഈശ്വരൻ്റെ ഇച്ഛയാലാണ് അവരവരുടെ കർമ്മഫലങ്ങൾ ആസ്വദിക്കുന്നത്. ഓ, അപ്പോൾ താങ്കളും വലിയൊരു പണ്ഡിതൻ തന്നെ. ഈ വാഴപ്പൂവിന് എത്രയാണ് വില? ഒരു വാഴപ്പൂവിന് 2 അണ. എന്ത്? ഇത് വളരെ കൂടുതലാണല്ലോ. എന്തിനാണ് നിങ്ങൾ പാവപ്പെട്ട ബ്രാഹ്മണരെ വഞ്ചിക്കുന്നത്? നിങ്ങൾ പറയുന്ന വിലയുടെ പകുതിയിൽ കൂടുതൽ ഞാൻ നിങ്ങൾക്ക് തരില്ല. നിൽക്കൂ,
ഞാൻ ചതിക്കുകയല്ല. ആരോട് വേണമെങ്കിലും ചോദിച്ചോളൂ. ന്യായമായ വിലയാണിത്. നിങ്ങൾ എല്ലാ ദിവസവും എന്നിൽ നിന്ന് മോഷ്ടിക്കുകയാണെങ്കിൽ എനിക്ക് എങ്ങനെ ഗംഗപൂജ ചെയ്യാൻ പറ്റും? ഈ ചെറിയ വാഴപ്പൂക്കൾ ഇങ്ങനെ എടുത്തുകൊണ്ട് പോവരുത്. ഇല്ല കുലവേച്ച ശ്രീധര, നിങ്ങളൊരു ത്യാഗിയാണെന്ന് അവകാശപ്പെടുന്നു, എന്നിട്ടും ബ്രാഹ്മണനിൽ നിന്നും മോഷ്ടിക്കുന്നുവോ? ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല. ഹോ, ഇതൊരു വലിയ അത്ഭുതം തന്നെ. പ്രഭു, ഞാൻ വെറും ഒരു ശ്വാനനാണ്. എനിക്കറിയാം, നീ തന്ത്രശാലിയായ ഒരു ശ്വാനൻ തന്നെ. നിനക്കറിയുമോ, ഞാനാണ് ഗംഗാദേവിയുടെ ഉറവിടം. അതുകൊണ്ട് കൊലവേച്ച ശ്രീധര, നീ എല്ലാം എന്നിൽ അർപ്പിച്ചുകൊണ്ട് എന്നെ ആരാധിച്ചാൽ മതി. എന്ത്? എൻ്റെ നാരായണ, നിങ്ങൾ എത്ര അഹങ്കാരിയാണ്! ദേവി ഗംഗയുടെ നേരെ അപരാധം പ്രവർത്തിക്കുമ്പോൾ ഭയമാകുന്നില്ലേ? എനിക്ക് പേടിയൊന്നുമില്ല. ഇത് നിങ്ങൾ വെച്ചോളൂ, എനിക്ക് വേണ്ട. എന്തിനാണ് നിങ്ങൾ എപ്പോഴും എന്നെ തന്നെ ഉപദ്രവിക്കുന്നത്? വേറെ ആരും കിട്ടിയില്ലേ? നിങ്ങളുടെ കയ്യിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിധിയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ തന്നെ ഞാൻ ശല്യപ്പെടുത്തുന്നത്. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാനൊരു ദരിദ്രനാണ്. എൻ്റെ വീടിന് ഒരു നല്ല മേൽക്കൂര പോലുമില്ല. അല്ല, ഇതൊക്കെ പുറമേക്കു കാണുന്നതല്ലേ. നീ കീറിയ വസ്ത്രമൊക്കെ ധരിച്ച് ഒരു ദരിദ്രനെ പോലെ തോന്നുമെങ്കിലും എനിക്കറിയാം നിന്റെ വീട്ടിൽ നീ ഒരു അമൂല്യനിധി സൂക്ഷിച്ചിട്ടുണ്ടെന്ന്. അരുതരുത്! എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? എനിക്കറിയാം, നിങ്ങളുടെ കയ്യിൽ ഒരു വലിയ നിധിയുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളെ വെറുതെ വിടുന്നു. പക്ഷേ പിന്നീട് എല്ലാവരുടെയും മുന്നിൽ തുറന്നു കാട്ടും. എന്നിട്ട് നിങ്ങളുടെ നിധിയെ ചൂഷണം ചെയ്യും. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എൻ്റെ കയ്യിൽ ഒന്നും തന്നെയില്ല. എനിക്ക് ധരിക്കാൻ ഒരു വസ്ത്രമോ നിങ്ങൾക്ക് നൽകാൻ ഉചിതമായ ഇരിപ്പിടമോ ഇല്ല. പിന്നെ എന്ത് സമ്പത്താണ് എനിക്കുള്ളത്? സമ്പത്തുണ്ടെന്ന് മാത്രമല്ല, അതിനെ രഹസ്യമായി ഒറ്റയ്ക്കിരുന്നു ആസ്വദിക്കുകയാണെന്നും എനിക്കറിയാം. ഒരു ദിവസം നിങ്ങളുടെ ഈ രഹസ്യം ഞാൻ പരസ്യമാക്കുന്നുണ്ട്. എങ്ങനെ നിങ്ങൾ എല്ലാവരെയും വഞ്ചിക്കുന്നു എന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. ദയവായി നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങിപ്പോകൂ. ഇനി ഇതിനെ ചൊല്ലി തർക്കം വേണ്ട. അത് ശരിയല്ല. നിങ്ങൾ ഇത്രയും എളുപ്പത്തിൽ രക്ഷപ്പെടാമെന്ന് കരുതുന്നുവോ? ഈ രഹസ്യം രഹസ്യമായിരിക്കാൻ നിങ്ങൾ എനിക്ക് എന്ത് നൽകും? പക്ഷെ പണ്ഡിത, ഞാൻ വാഴയില വിറ്റാണ് ജീവിക്കുന്നത്. എനിക്ക് എന്ത് നൽകാൻ കഴിയും? തൽക്കാലം നിന്റെ കുടിലിൽ ചേർന്നിരിക്കുന്ന വള്ളിയിൽ വളരുന്ന ആ മത്തങ്ങ തന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇന്നു മുതൽ ശല്യപ്പെടുത്തില്ല. എന്തൊരു അഹങ്കാരിയാണ് ഈ ബ്രാഹ്മണൻ! പക്ഷേ തിരസ്കരിക്കാനും പറ്റില്ല. അദ്ദേഹം ഇനിയും ഉപദ്രവിച്ചാലോ എന്നെ? ഇതും ഒരു ഭാഗ്യം തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ബ്രാഹ്മണന്മാരെ സേവിക്കും? എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു ശല്യമേ അല്ല. എൻ്റെ മനസ്സ് പറയുന്നു, അദ്ദേഹം ഇനിയും ഇവിടെ വന്ന് എന്നോട് തർക്കിക്കണം. അദ്ദേഹത്തെ വളരെ നന്നായി സേവിക്കുകയും ചെയ്യണം. യഥാർത്ഥത്തിൽ അദ്ദേഹം എൻ്റെ ഇച്ഛയെല്ലാം നിറവേറ്റുകയാണ്. എനിക്കുള്ളതെല്ലാം ബ്രാഹ്മണർ മൂലം ഭഗവാന് ഞാൻ സമർപ്പിക്കുന്നു. അല്ലെങ്കിൽ ഞാനത് എൻ്റെ ദാരിദ്ര്യം കാരണം ഭഗവാന് കൊടുക്കില്ലായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട പണ്ഡിത, താങ്കൾ എനിക്ക് ഇതിൻ്റെ വിലയൊന്നും തരണ്ട. എൻ്റെ പൂർണ്ണ ഇച്ഛയോടെ താങ്കൾക്ക് ഞാൻ ഇത് തരുന്നു. ദയവ് ചെയ്ത് തർക്കിക്കരുത്. ഉത്തമം. ഞാൻ തർക്കിക്കാനൊന്നും വരില്ല. പക്ഷേ ഇതുപോലെ എന്നും നല്ല നല്ല വസ്തുക്കൾ തരണം. ശരി ശരി, തരാം. കൊലവേച്ച ശ്രീധര, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഇതിനുത്തരം പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഉടനെ പോകും. നിങ്ങളൊരു ബ്രാഹ്മണനാണ്. ഭഗവാൻ വിഷ്ണുവിൻ്റെ അവിഭാജ്യ ഘടകമാണ്. അല്ല, ഞാനൊരു ഗോപാലകൻ മാത്രമാണ്. അങ്ങനെ എല്ലാ ദിവസവും നിവായ് പണ്ഡിറ്റ് കൊലവേച്ച ശ്രീധരൻ കൊടുത്തിരുന്ന വാഴ ഇലയിൽ നിന്നാണ് അമ്മ ശചിദേവി പാലും കുരുമുളകും കൊണ്ട് പാകം ചെയ്തിരുന്ന ഭക്ഷണം ആസ്വദിച്ചിരുന്നത്. ഭഗവാൻ തൻ്റെ ഭക്തർ നൽകുന്ന നിവേദ്യങ്ങൾ ഇഷ്ടപ്പെടുന്നു. ഭക്തർ അല്ലാത്തവരിൽ നിന്ന് അദ്ദേഹം ഒന്നും സ്വീകരിക്കുന്നില്ല. രംഗം 2. പല ശക്തരായ അസുരന്മാരുടെ ഉപദ്രവങ്ങളും ക്രൂരതകളും ഭക്തർ സഹിച്ചു. ശ്രീ ഹരിദാസ് ഠാക്കൂറിനെ ബന്ധിച്ച നവാബ് ഹുസൈൻ ഷാഹ് ജരാസന്ധൻ്റെ അവതാരമായിരുന്നു.
നാദിയ ജില്ലയിലെ അവരുടെ പ്രാദേശിക ദണ്ഡനാധികാരിയായ ചാന്ദ് കാസി കംസന്റെ അവതാരമായിരുന്നു. അവിടുത്തെ നഗരതലവന്മാരായ ജഗായി മധായി ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യകശിപുവിൻ്റെയും അവതാരങ്ങളായിരുന്നു. അവർ സ്വന്തം വിനോദത്തിനായി മ്ലേച്ഛമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരുന്നു. ഈ അസുരന്മാരെ പരാജയപ്പെടുത്തതിനാൽ നിമായി പണ്ഡിത്തിൻ്റെ പ്രശസ്തി വർദ്ധിക്കുകയും അദ്ദേഹത്തിൻ്റെ നാമസങ്കീർത്തന പ്രസ്ഥാനം കൂടുതൽ മഹത്വം ആർജിക്കുകയും ജനങ്ങളെ ആകർഷിക്കുകയും ചെയ്തു. മഹാപ്രകാശ ഉത്സവത്തിൽ നിമായി പണ്ഡിറ്റ് താൻ പരമപുരുഷനാണെന്ന് തൻ്റെ ഭക്തർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അദ്ദേഹം ഓരോ ഭക്തനും അവർക്ക് ഇഷ്ടപ്പെട്ട ഭഗവാന്റെ രൂപം കാണിച്ചു കൊടുക്കുകയും അവർക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുകയും ചെയ്തു. അദ്വൈതാചാര്യ, ഞാൻ നിങ്ങൾക്ക് എന്തനുഗ്രഹം നൽകണം? എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? പ്രഭു, അങ്ങ് ഈ കാരുണ്യം വിതരണം ചെയ്യുമ്പോൾ അത് എല്ലാവർക്കും നൽകുന്നു. സ്ത്രീകൾക്കും ശൂദ്രർക്കും ദരിദ്രർക്കും നിർഭാഗ്യവാന്മാരായ ജീവജാലങ്ങൾക്കും നൽകുന്നു. വിവേചനമില്ലാതെ നിങ്ങൾ അത് വിതരണം ചെയ്യുന്നു. എല്ലാ ജീവജാലങ്ങളെയും ശുദ്ധമായ ഭഗവത് പ്രേമത്തിൻ്റെ പരമാനന്ദത്തിൽ അവർ കരയുകയും നിലത്തെ പൊടിയിൽ ഉരുളുകയും ചെയ്യുന്നു. കുലവേച്ച ശ്രീധരനെ ഉടൻ തന്നെ കൊണ്ടുവരിക. അദ്ദേഹം എൻ്റെ അതീന്ദ്രിയ ഐശ്വര്യം കാണട്ടെ. അദ്ദേഹം എന്നെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുന്നു. എനിക്ക് അദ്ദേഹത്തെ ഉടൻ തന്നെ കാണണം. പട്ടണത്തിൻ്റെ അതിർത്തിയിലേക്ക് പോകൂ. അവിടെ അദ്ദേഹം എൻ്റെ നാമം ജപിക്കുന്നുണ്ടായിരിക്കും. हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम. കൊലവെച്ച ശ്രീധര, വേഗം വരൂ. മഹാപ്രഭു നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. മഹാപ്രഭുവിന് എന്നെ കാണണമെന്നോ?
ശ്രീധര, ശ്രീധര. ശ്രീധര, എഴുന്നേൽക്കൂ. വരൂ. ഇത്രയും കാലം അങ്ങ് എന്നെ ആരാധിച്ചു. അനേകം ജീവിതങ്ങൾ നിങ്ങൾ എൻ്റെ ഭക്തിയുത സേവനത്തിൽ ചിലവഴിച്ചു. ഈ ജീവിതത്തിൽ പോലും നിങ്ങളുടെ കൈകളിൽ നിന്ന് സ്വീകരിച്ച നിവേദ്യങ്ങൾ ഞാൻ രുചിച്ചിട്ടുണ്ട്. അല്ലയോ കുലവേച്ച ശ്രീധര, ഇതാ എൻ്റെ ഐശ്വര്യങ്ങൾ കണ്ടോളൂ. ഇന്നു ഞാൻ അങ്ങയ്ക്ക് നിഗൂഢമായ അഷ്ടസിദ്ധികൾ നൽകും. കുലവേച്ച ശ്രീധര, എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. മഹാപ്രഭു, ഞാൻ അക്ഷരജ്ഞാനമില്ലാത്തവനും ബുദ്ധിശൂന്യനുമാണ്. അങ്ങയെ പ്രകീർത്തിക്കാൻ എനിക്ക് എന്ത് കഴിവാണുള്ളത്? അത് ശരിയാകാം. എന്നാൽ നിങ്ങളുടെ സാധാരണ സംഭാഷണങ്ങൾ ദേവന്മാരുടെ സ്തുതിയേക്കാൾ എന്നെ രമിപ്പിക്കുന്നു. ജയ് ശ്രീകൃഷ്ണ ചൈതന്യ, ജയ് നവദ്വീപ ചന്ദ്ര വിശ്വംബര, ജയ് ജഗന്നാഥ്, ജയ് സച്ചിനന്ദന. ഓരോ സഹസ്രാബ്ദത്തിലും അങ്ങ് വ്യത്യസ്തവും അത്ഭുതകരവുമായ രൂപങ്ങളിൽ ധർമ്മസംസ്ഥാപനത്തിനായി അവതരിക്കുന്നു. രഹസ്യമായി അങ്ങ് നവദ്വീപിൽ ചുറ്റി നടന്ന് എല്ലാം കൈകാര്യം ചെയ്യുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ യഥാർത്ഥ വ്യക്തിത്വം എല്ലാവർക്കും അറിയുന്നില്ല. അങ്ങയുടെ കാരുണ്യം ഇല്ലാത്തവർക്ക് അങ്ങയെ അറിയുവാൻ കഴിയുന്നില്ല. മഹാപ്രഭു, അങ്ങ് മുൻപ് എന്നോടൊരിക്കൽ പറഞ്ഞിരുന്നു, ഞാൻ ആരാധിക്കുന്ന ഗംഗാദേവി അങ്ങയുടെ തൃപ്പാദങ്ങളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന്. എന്നിട്ടും എൻ്റെ പാപം നിറഞ്ഞ ഹൃദയം കാരണം എനിക്ക് അങ്ങയുടെ പരമോന്നത സ്ഥാനം മനസ്സിലാക്കാൻ കഴിയുന്നില്ല. മുൻപ് ഗോകുല വൃന്ദാവനത്തിൽ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ചു. ഇപ്പോൾ വീണ്ടും നവദ്വീപിന്റെ നാഥനായി അവതരിച്ചിരിക്കുന്നത് അതേ പരമദിവ്യോത്തമനായ പുരുഷനാണ്. എൻ്റെ പ്രിയപ്പെട്ട ഭക്ത, ഞാൻ അങ്ങയ്ക്ക് ഒരു അനുഗ്രഹം നൽകാൻ ആഗ്രഹിക്കുന്നു. അങ്ങയ്ക്ക് എന്താണ് വേണ്ടത്? എനിക്കൊന്നും വേണ്ട. അങ്ങയുടെ ദർശനമാത്രയിൽ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലമായി. ഇല്ല കുലവേച്ച ശ്രീധര, അങ്ങ് ഒരു അനുഗ്രഹം ചോദിച്ചാലും. ഇല്ല മഹാപ്രഭു, ഞാൻ ആഗ്രഹിച്ചതെല്ലാം ഇതിനകം ലഭിച്ചു. ഒരനുഗ്രഹം ചോദിക്കണം. അങ്ങയ്ക്ക് നിഗൂഢമായ അഷ്ടസിദ്ധികൾ ഉടനടി എനിക്ക് നൽകാൻ കഴിയും. എനിക്ക് അങ്ങയ്ക്ക് സമ്പത്തും ഐശ്വര്യവും നൽകാൻ കഴിയും. അങ്ങയെ രാജാക്കന്മാരുടെ രാജാക്കന്മാരാക്കാൻ കഴിയും. നിങ്ങൾക്ക് ഒരു രാജ്യവും വിശ്വസ്തരായ അനുയായികളെയും എനിക്ക് നൽകാൻ കഴിയും. എനിക്ക് ഈ പറഞ്ഞതൊന്നും തന്നെ വേണ്ട പ്രഭു. ശരി, എങ്കിൽ അങ്ങേക്ക് എന്താണ് വേണ്ടത്? അങ്ങയുടെ ഭക്തർക്കായി വാഴയിലകൾ കൊണ്ടുള്ള പാത്രങ്ങൾ ഉണ്ടാക്കി കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജനനം എവിടെയായിരുന്നാലും നവദ്വീപിലെ സുന്ദരനും വികൃതിയും പണ്ഡിതനുമായ നിമായി എന്നെ ശല്യപ്പെടുത്തുകയും എന്നിൽ നിന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ആ രൂപത്തിൽ താങ്കൾ എല്ലാ ദിവസവും എന്നെ കാണാൻ വരണമെന്ന് ഞാൻ വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. എല്ലാ ജന്മങ്ങളിലും ഞാൻ ഇതുതന്നെയാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് മറ്റൊന്നും തന്നെ വേണ്ട. തഥാസ്തു. രംഗം 3. ചാന്ദ് കാസിയെ മതപരിവർത്തനം ചെയ്തതിനു ശേഷം നിമായി പണ്ഡിറ്റ് പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ഈ ഗാനങ്ങൾക്കും നൃത്തത്തിനും ശേഷം അദ്ദേഹത്തിന് ദാഹമുണ്ടെന്ന്.
കൊലവേച്ച ശ്രീധരൻ്റെ കുടിലിനടുത്താണ് താൻ ഉള്ളതെന്നറിഞ്ഞ് അവിടേക്ക് പോയി. കൊലവേച്ച ശ്രീധരൻ തൻ്റെ കുടിലിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ് നിമായി പണ്ഡിത്ത് കൊലവേച്ച ശ്രീധരൻ്റെ വെള്ളം പിടിച്ചിരിക്കുന്ന പൊട്ടിയ ഇരുമ്പുപാത്രം കണ്ടു. അതിൽ നിന്ന് വെള്ളം മുഴുവൻ കുടിച്ചു. ഭാഗ്യമുള്ളവർക്ക് ഭഗവാന്റെ പാദങ്ങളിൽ നിന്ന് ഗംഗയായി വരുന്ന ജലം കുടിക്കാം. എന്നാൽ പരമപുരുഷനായ ഭഗവാൻ എന്താണ് ചെയ്യുന്നത്? തൻ്റെ ഭക്തരുടെ പാദങ്ങൾ കഴുകുന്ന വെള്ളം അദ്ദേഹം കുടിക്കുന്നു. അശേ, ഞാൻ എന്താണ് ഈ കാണുന്നത്? എൻ്റെ ഈ വൃത്തിയില്ലാത്ത പാത്രത്തിൽ നിന്നും സാക്ഷാത് ഭഗവാൻ വെള്ളം കുടിക്കുന്നതോ? ഞാനിനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എൻ്റെ പ്രിയപ്പെട്ട കൊലവേച്ച ശ്രീധര, അങ്ങ് എപ്പോൾ എവിടെ ജനിച്ചാലും അങ്ങയുടെ സ്നേഹത്തിനു മുന്നിൽ ഞാൻ കീഴടങ്ങിയതിനാൽ അങ്ങയോടൊപ്പം ലീലകൾ ആസ്വദിക്കാൻ ഞാൻ എല്ലാ ദിവസവും അങ്ങയുടെ അടുത്തേക്ക് വരും. ജന്മങ്ങൾ തോറും ഞാൻ അങ്ങയുടെ ദാസനാണ്. ভজ গৌরাঙ্গ কহ গৌরাঙ্গ লহ গৌরাঙ্গের নাম রে, যেই জনা গৌরাঙ্গ ভজে সে হয় আমার প্রাণ রে, যেই জনা গৌরাঙ্গ ভজে সে হয় আমার প্রাণ রে, সে হয় আমার প্রাণ রে। കൊലവേച്ച ശ്രീധരൻ്റെ കൈവശമുള്ള രഹസ്യസമ്പത്ത് നിമായി പണ്ഡിത്ത് വെളിപ്പെടുത്തി. ആ നിധി ഭൗതികമായ ഒന്നായിരുന്നില്ല, മറിച്ച് കൊലവേച്ച ശ്രീധരൻ്റെ ശുദ്ധവും വിനീതവുമായ സ്നേഹമായിരുന്നു. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭക്തൻ്റെ പാദങ്ങൾ കഴുകിയ വെള്ളത്തിൽ ആ ഉന്നതമായ സ്നേഹം ഉൾക്കൊള്ളുന്നു. ഈ രീതിയിൽ അദ്ദേഹം ഈ ലോകത്തിലെ പരമമായ നിധി വെളിപ്പെടുത്തി. നിരുപാധികമായ ഭക്തിയുത സേവനത്തിൻ്റെ സമ്മാനം അത് അദ്ദേഹത്തിൻ്റെ ശുദ്ധമായ ഭക്തരുടെ പാദങ്ങളിൽ നിന്ന് ഒഴുകുന്നു. ഹരേ കൃഷ്ണ.